പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിന്റെ സഹായി രാജേഷിന് ഇന്ന് കോടതി ജാമ്യം കൊടുത്തു. കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. മിഥില, പറയൂ വിശദാംശങ്ങൾ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്നത് രാജേഷിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ ഉൾപ്പെടെ സഹായം നൽകി എന്ന കുറ്റം, അതായത് 212 വകുപ്പായിരുന്നു ഈ രാജേഷിനെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ്. അത് പ്രകാരമാണ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ രാജേഷിൻ്റെ അഭിഭാഷകൻ അല്പസമയം മുമ്പ് പറഞ്ഞൊരു കാര്യം, ഫറോക്ക് ACPക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കാരണം ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പാണ് 212. ആ വകുപ്പ് പ്രകാരം ജാമ്യം ലഭിക്കുമെന്നിരിക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന ഒരു ആവശ്യം അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് നിയമവിരുദ്ധമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജേഷിനു വേണ്ടി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേസിൽ ഇന്ന് സംഭവിക്കേണ്ടിയിരുന്നത് ഈ രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ACP ഓഫീസിൽ ഹാജരാകണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയുണ്ടായി. ഇനി അടുത്ത ദിവസം ഇവർക്ക് ഹാജരാകുന്നതിനായി വീണ്ടും നോട്ടീസ് നൽകും. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിനെ രാജ്യം വിടാൻ സഹായിച്ചതിനാണ് സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് നിന്ന് റോഡ് മാർഗം രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ചത് രാജേഷാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. രാഹുൽ പി ഗോപാലിനായി ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറത്തിറങ്ങി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയായ രാഹുൽ പി ഗോപാൽ കഴിഞ്ഞ ദിവസമാണ് റോഡ് മാർഗം കോഴിക്കോട് നിന്നും ബംഗളൂരുവിലെത്തിയത്. അവിടെ നിന്നും വിമാനമാർഗം ആദ്യം സിംഗപ്പൂരിലേക്കും തുടർന്ന് ജർമ്മനിയിലും എത്തി. പ്രതിക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചെന്ന പോലീസിന്റെ സംശയമാണ് പി രജീഷിലേക്ക് എത്തിയത്. കൂടുതൽ പേർ പ്രതിക്ക് സഹായം നൽകിയെന്ന പോലീസിന്റെ സംശയത്തിന് ബലം നൽകുന്നതായിരുന്നു പെൺകുട്ടിയുടെ മൊഴി. അന്വേഷണത്തിനൊടുവിലാണ് മാങ്കാവ് സ്വദേശി പി രജീഷിനെ ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു. ഒടുവിൽ 212 വകുപ്പ് ചുമത്തി അറസ്റ്റ്. ആവശ്യമെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ജർമ്മനിയിലുള്ള പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കേരള പോലീസ് CBIയുടെ സഹായത്തോടെ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവരങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ദുരനുഭവം ആദ്യം തന്നെ പങ്കുവെച്ച യുവതി മാതൃകയാണെന്ന് മന്ത്രി R ബിന്ദു. രാഹുൽ പി ഗോപാലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്നും നോട്ടീസ് നൽകി. എന്നാൽ തുടർച്ചയായ 2ാം തവണയും ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കുടുംബം എത്തിയില്ല. രാഹുലിന്റെ കുടുംബം അന്വേഷണത്തോട് നിസ്സഹരിക്കുന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് കുടുംബത്തിന്റെ ഈ സമീപനം. നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. വർഗീസിന്റെ ഒരു യൂട്യൂബ് സന്ദേശം, അദ്ദേഹം പറയുന്നത് ഇത് പിണറായിയും വിട്ടാസും ശശിയായ കേസാണ്, വിട്ടുകളയുന്നത്. ഇത് പിടിച്ച് കയറാതെ വിട്ടരെ ഉമ്മൻചാണ്ടി സാർ മരിച്ചു പോയല്ലോ എന്നാണ് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഉമ്മൻചാണ്ടിയോട് കേരള രാഷ്ട്രീയം നീതികേട് കാണിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ചില ആളുകളൊക്കെ ഒതുക്കിയൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. സോളാറിലൂടെ ഉമ്മൻചാണ്ടിയെ വല്ലാത്ത രീതിയിൽ നോവിച്ചു നമ്മുടെ കേരള രാഷ്ട്രീയം. അതിൽ പല നേതാക്കന്മാർക്കും പ്രത്യക്ഷമായ പങ്കുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.